ഹലോ, ഇന്ന് നമുക്ക് സ്കൂളിലേക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫോൾഡിംഗ് നോട്ട് പാഡ് ഉണ്ടാക്കാം. നമുക്ക് ഹോംവർക്കൊക്കെ നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നോട്ട് പാഡാണ് ഇത്. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു ജംഗിൾ തീമിലായിട്ടുള്ള ഒരു ക്യൂട്ട് ഫോൾഡിംഗ് നോട്ട് പാഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാക്കിക്കോ. ഇത് നിങ്ങൾക്ക് സ്കൂളിലേക്ക് എന്തായാലും ഉപകാരപ്പെടും. ആദ്യം നമ്മൾ 10.5 x 23.5 മെഷർമെൻറ്റിൽ ഒരു ഐവറി ഷീറ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് മാർക്കിങ്സ് ആണ്, അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അത് മുകളിലും താഴെയും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 2 ഡോട്ടിൻ്റെ അവിടെയും വെച്ചിട്ട് വേണം ഇതേപോലെ ഒന്ന് വരയ്ക്കാനായിട്ട്. നമ്മൾ മുകളിലും താഴെയും ഡോട്ട് ഇട്ടത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വളയാണ്ട് കിട്ടും. അങ്ങനെ എല്ലാ സൈഡിലും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മെഷർമെൻറ്റ് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളയാണ്ട് തന്നെ കിട്ടും, ഈസി ആയിട്ട് വരക്കാനും പറ്റും. അപ്പോൾ ഈ കാണുന്ന പോയിന്റ്സിൻ്റെ അവിടെയൊക്കെയാണ് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ആ വരച്ച ഭാഗത്ത് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ഉണ്ടാക്കി കൊടുക്കാം. നമ്മളെ ഫോൾഡിങ് നോട്ട് പാഡ് അല്ലേ, അപ്പോൾ നല്ല ഈസി ആയിട്ട് ഫോൾഡ് ആവാൻ വേണ്ടിയിട്ട് വളയാണ്ടിരിക്കാനുമായിട്ടാണ് നമ്മൾ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെയും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് എല്ലാ സൈഡിലും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോട്ട് പാഡ് ഉണ്ടാക്കാനുള്ള പേജസ് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഒരു A4 ഷീറ്റ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിനെ ഉള്ളിലേക്ക് ഇതേപോലെ രണ്ടാമതൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് മൂന്നാമതും കൂടെ ഒരു പ്രാവശ്യം ഇതേപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് മെഷർമെൻ്റ് ഒന്നുമില്ല. ഈ കാണുന്ന പോലെ ചെറിയൊരു അളവിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരക്കണ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വലായിട്ട് കിട്ടാനായിട്ടാണ്. ആ ഫോൾഡിംഗ് ഒന്നും വരാതെ എല്ലാ പേജസും ഈക്വലായിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പേജസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് എല്ലാ പേജും ഒന്ന് ഒരുമിച്ച് വെച്ച് ഈക്വൽ ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരെണ്ണം കൂടിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 A4 ഷീറ്റ് കൊണ്ട് നമ്മൾ ഒരു നോട്ട് പാഡ് ഉണ്ടാക്കി. അതുപോലെ തന്നെ വേറൊരെണ്ണം കൂടിയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 നോട്ട് പാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഉണ്ടാക്കിയ നോട്ട് പാഡില്ലേ, ആ ഒരു അളവിൽ തന്നെ പേപ്പർ ഒന്നും കൂടെയും കട്ട് ചെയ്തെടുത്തിട്ട് അതിനൊന്നും കൂടി മടക്കി കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ നോട്ട് പാഡിൻ്റെ പകുതി സൈസിൽ നമുക്ക് വേറെ 2 നോട്ട് പാഡും കൂടെയും കിട്ടും. അപ്പോൾ ടോട്ടൽ 4 നോട്ട് പാഡ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് നമ്മുടെ നോട്ട് പാഡിൻ്റെ വീതിക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് സൈസിൽ കിട്ടും. അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ സ്റ്റാപ്ലർ അടിച്ച ഭാഗം ഒന്ന് കവർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ കൈമ തട്ടാതിരിക്കുകയും പിന്നെ നീറ്റായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 നോട്ട് പാഡിനും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആ വൈറ്റ് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചില്ലേ, ആ ഒരു ഭാഗത്ത് മാത്രം ഇതേപോലെ ഫെവിക്കോൾ തേച്ചിട്ട് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ നോട്ട് പാഡും ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. നമ്മൾ ആ ഒരു സൈസിന് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ നോട്ട് പാഡും ഇതേപോലെ സൈഡിൽ കാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നേരെ ഒട്ടിച്ചു കൊടുക്കരുത്, നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടും ഇതേപോലെ സൈഡിൽ കാക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മെഷർമെൻ്റ് ഒക്കെ കറക്റ്റാണ്. ഞാൻ കാണിച്ച പോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഇതേപോലെ ഈക്വലായിട്ട് എല്ലാ സൈഡ്സും കിട്ടും. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ച മെഷർമെൻറ്റിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ നീറ്റായിട്ട് കിട്ടും. എല്ലാ സൈഡും ഈക്വലായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ പേജസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും, പുറത്തേക്കൊന്നും നിൽക്കില്ല. ഇനി നമുക്ക് നോട്ട് പാഡിനൊന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജിറാഫിനെ മുന്നേ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ജംഗിൾ തീം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനിമലിനെ വരയ്ക്കാം. ഞാനിവിടെ ജിറാഫിനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജിറാഫിന് ഇതേപോലെ കളറടിച്ച് കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ജിറാഫിനെ വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒരു സെല്ലോ ടേപ്പ് മുകളിൽ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ഗ്ലേസിങ് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ ജിറാഫിന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പശ തേച്ചിട്ട് നമ്മുടെ നോട്ട് പാഡിൻ്റെ ഫ്രണ്ടിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല ക്യൂട്ടായില്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. എന്നിട്ട് കുറച്ച് സ്റ്റാറൊക്കെ വരച്ച് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഒട്ടിക്കാൻ ഞാൻ ഇതേപോലെ ഒരു ജിറാഫിനെ വരച്ച് കളർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇതേപോലെ ബാക്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നോട്ട് പാഡിലെ സ്റ്റാപ്ലർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേജ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഇതേപോലെ ഒരു യെല്ലോ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ജിറാഫിനെ വരച്ചുകൊണ്ടാണ് യെല്ലോ കളർ സെലക്ട് ചെയ്തത്. ജിറാഫിൻ്റെ പ്രിൻ്റ് വരയ്ക്കാനാണ് ഇങ്ങനെ കളർ അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ബ്രൗൺ കളർ എടുത്തിട്ട് ജിറാഫ് പ്രിൻസ് ഒക്കെ വരച്ച് ക്യൂട്ടാക്കുന്നുണ്ട്.
പിന്നെ ദാ ഇതേപോലെ ഐവറി ഷീറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടി കിട്ടാനായിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും നീളം ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമ്മുടെ നോട്ട് പാഡിൻ്റെ ബാക്കിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അറ്റത്ത് മാത്രം പശ തേക്കുക, നടുക്കിൽ തേക്കരുത്. പിന്നെ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഐവറി ഷീറ്റ് തന്നെയാണ് നമ്മൾ ആദ്യം ഒട്ടിച്ച നോട്ട് പാഡില്ലേ അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നോട്ട് പാഡിന് ഒരു ലോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിനും അറ്റത്ത് മാത്രം പശ തേച്ചിട്ട് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ഫോൾഡ് ചെയ്യുക, ഇതേപോലെ ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ, ക്യൂട്ടായിട്ടുള്ള നോട്ട് പാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹോംവർക്കൊക്കെ മറക്കുന്ന കൂട്ടുകാർക്ക് ഇത് എന്തായാലും ഉപകാരപ്പെടും. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നിരഞ്ജന നിതീഷ് എന്നാണ് പേര്. നിരഞ്ജനയ്ക്കൊരു ഹായ്. അപ്പോൾ നമ്മുടെ ചാനൽ വളരാൻ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഗീവ് അവേ ഒന്നും ഇല്ലെന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 10K ഒക്കെ ആയിട്ട് ഗീവ് അവേ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്രാഫ്റ്റിൽ കാണാം. ബൈ.